ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോ സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബൈനറി ഫംഗ്ഷൻസ് എന്ന ഒരു സെക്ഷൻ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ എക്സാമ്പിൾ 35 നോക്കാം. ഷോ ദാറ്റ് സ്റ്റാർ ഫ്രം ആർ ക്രോസ് ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് 2b ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. എന്താ ചോദിച്ചേക്കുന്നത്? സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തേക്കുക. എവിടെ നിന്ന് എങ്ങോട്ടാ? റിയൽ നമ്പേഴ്സിൽ നിന്നും റിയൽ നമ്പേഴ്സിനകത്തോട്ടാണ് ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് 2b. ഇത് കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം എന്തറിയണം? കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തുവാണെന്ന് അറിയണം അല്ലേ? അപ്പോൾ നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തുവാണെന്നുള്ള ഡെഫിനിഷൻ നോക്കാം. എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ ആണെങ്കിൽ അതിനാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുന്നത്. അതായത് എ കൊണ്ട് ബീനെ ഓപ്പറേറ്റ് ചെയ്യുന്നതും ബി കൊണ്ട് എ ഓപ്പറേറ്റ് ചെയ്യുന്നതും സെയിം ആയിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എയും സെയിം വാല്യൂസ് തന്നെ കിട്ടുവാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ നോക്കാം? റിയൽ നമ്പേഴ്സിലെ ഏതെങ്കിലും ഒരു എലമെൻറ്റ് എടുത്തിട്ട് കമ്മ്യൂട്ടേറ്റീവ് അല്ലെന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തിട്ട് തെളിയിച്ചാൽ മതി. അപ്പം ഞാൻ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് എടുത്തിട്ട് എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എയും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. രണ്ടും സെയിം വാല്യൂ കിട്ടുവാണെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാം. പക്ഷേ രണ്ടും സെയിം വാല്യൂ കിട്ടും അല്ലെങ്കിൽ ഉറപ്പായിട്ടും കമ്മ്യൂട്ടേറ്റീവ് അല്ലെന്ന് പറയാം. പക്ഷേ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിരുന്നെങ്കിലോ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ചെയ്യുമ്പോഴത്തേനും കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് കിട്ടി എന്ന് വെച്ചിട്ട് അത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാ എലമെൻസിനും എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആയാൽ മാത്രമേ അത് കമ്മ്യൂട്ടേറ്റീവ് ആവത്തുള്ളൂ. പക്ഷേ ഇവിടെ അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇറ്റ്സ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു എക്സാമ്പിളിനെങ്കിലും കമ്മ്യൂട്ടേറ്റീവ് ആവാതിരുന്നാൽ മതി. നമുക്ക് നോക്കാം സൊല്യൂഷൻ. നമുക്കൊരു എയും ബിയും ആറിൽ നിന്ന് എടുക്കാം. ലെറ്റ് എ ഇസ് ഈക്വൽ ടു 3, b is equal to 4 and a comma b element of real numbers. റിയൽ നമ്പേഴ്സിൽ നിന്ന് 3ഉം 4ഉം എടുത്തു. നമുക്ക് ആദ്യം എ സ്റ്റാർ ബി കണ്ടുപിടിക്കാം. എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് 2b വിച്ച് ഈസ് ഈക്വൽ ടു 3 പ്ലസ് 2 ഇൻറ്റു 4. 3 പ്ലസ് 2 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 3 പ്ലസ് 8. 3 പ്ലസ് 8 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 11. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ബി സ്റ്റാർ എ കണ്ടുപിടിക്കാം. ബി സ്റ്റാർ എ ഇസ് ഈക്വൽ ടു ബി പ്ലസ് 2a. അങ്ങനെയല്ലേ വരുന്നത്? എ സ്റ്റാർ ബി ആയപ്പം ഒന്നാമത്തെ എലമെൻറ്റ് എ പ്ലസ് രണ്ടാമത്തെ എലമെൻറ്റിനെ 2 കൊണ്ട് ഗുണിക്കുന്നത്. ഇവിടെ ആകുമ്പം ഒന്നാമത്തെ എലമെൻറ്റ് എ പ്ലസ് രണ്ടാമത്തെ എലമെൻറ്റിനെ 2 കൊണ്ട് ഗുണിക്കുന്നത്. അപ്പം ബി പ്ലസ് 2a എന്നാവും. വിച്ച് ഈസ് ഈക്വൽ ടു ബി എത്ര? 4. 4 പ്ലസ് 2 ഇൻറ്റു 3. 4 പ്ലസ് 2 ഇൻറ്റു 3 എന്ന് പറയുമ്പോഴത്തേനും 4 പ്ലസ് 2 ഇൻറ്റു 3 6. 4 പ്ലസ് 6 എത്ര കിട്ടും? 10 കിട്ടും. നോക്കിക്കേ, ഇവിടെ നമുക്ക് 11ഉം കിട്ടി, ഇവിടെ നമുക്ക് 10ഉം കിട്ടി. രണ്ട് വാല്യൂ അല്ലേ കിട്ടിയേ? എന്ന് പറഞ്ഞാൽ എന്താ? എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എയും സെയിം ആണോ? അല്ല. അതായത് എ സ്റ്റാർ ബിയുടെ വാല്യൂവും ബി സ്റ്റാർ എയുടെ വാല്യൂവും രണ്ടും ഡിഫറൻ്റാണ് കിട്ടി. അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇത് എ സ്റ്റാർ ബി നോട്ട് ഈക്വൽ ടു ബി സ്റ്റാർ എ ആണ്. അതുകൊണ്ട് തന്നെ ഇത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. നമുക്കത് എഴുതാം. എ സ്റ്റാർ ബി നോട്ട് ഈക്വൽ ടു ബി സ്റ്റാർ എ വിച്ച് ഇംപ്ലൈസ് റിയൽ നമ്പേഴ്സിനകത്ത് ഈ ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. Operation star is not commutative. Is not commutative. എളുപ്പമല്ലേ? ഇങ്ങനെയാണ് ഇതിനകത്തുള്ള എല്ലാ പ്രോബ്ലംസും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇതിൻ്റെ ആ പ്രോപ്പർട്ടീസ് എന്താണെന്ന് അറിയണം, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയണം, അത്രയേ ഉള്ളൂ. വളരെ വലിയ കാര്യങ്ങളായിട്ട് ചിന്തിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ.